വിശദമായ വാർത്തകളിലേക്ക്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് UAE ഓശാന ഞായർ ആചരിച്ചു. UAEയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ഓശാന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ എഴുന്നള്ളത്തിന്റെ ഓർമ്മ പുതുക്കി UAEയിലും വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് കൊൽക്കത്ത ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ബിനീഷ് ബാബു, സഹവികാരി ഫാദർ ജാക്സൺ എം ജോൺ, ഫാദർ ഉമ്മൻ മാത്യു, ഫാദർ പീറ്റർ പോൾ എന്നിവർ സഹകാർമ്മികരായി. ഇടവക ട്രസ്റ്റി ഷാജി പുഞ്ചക്കോണം, സെക്രട്ടറി തോമസ് ജോസഫ്, ജോയിന്റ് ട്രസ്റ്റി ബിനു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ഓശാന പെരുന്നാളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. ശുശ്രൂഷകൾക്ക് ജോൺസൺ കല്ലിട്ടേതിൽ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി എൽദോ എം പോൾ, സഹവികാരി മാത്യു ജോൺ, ട്രസ്റ്റി ഗീവർഗീസ് ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പീഠാസഹനങ്ങളുടെ ഓർമ്മയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രത്യേക നോമ്പ് പ്രാർത്ഥനകളും പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ ശുശ്രൂഷകളും പള്ളികളിൽ നടക്കും. 24 ദുബായ്. കുവൈറ്റിൽ കേരള പ്രവാസി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അബ്ബാസിയിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നൈനാൻ ജോൺ അധ്യക്ഷനായി. ഇമ്മാനുവൽ മാർത്തോമ പള്ളി വികാരി റവറൻ ഫാദർ KC ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. ഫൈസൽ മഞ്ചേരി റമദാൻ സന്ദേശം നൽകി. കുവൈറ്റിലെ വിവിധ സംഘടനാ പ്രതിനിധികളും മറ്റു പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ജിദ്ദയിൽ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഹുസൈൻ ചുള്ളിയോട് അധ്യക്ഷത വഹിച്ചു. കലാസാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇസ്മായിൽ കൂരിപ്പൊയിൽ സ്വാഗതവും ഫൈസൽ മക്കരപ്പറമ്പ് നന്ദിയും പറഞ്ഞു. സൈൻ ജിദ്ദ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ പ്രഭാഷകൻ റാഷിദ് ഗസാലിയുടെ 8ാമത് റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. വ്രതാനുഷ്ഠാനം ശരീരത്തെ മാത്രം സ്പർശിക്കാതെ മനസ്സിനെയും ആത്മാവിനെയും സ്വാധീനിക്കേണ്ടതുണ്ടെന്ന് റാഷിദ് ഗസാലി പറഞ്ഞു. ഷറഫിയ അബീർ മെഡിക്കൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. അബീർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷിദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ അലാമൂദി മുഖ്യാതിഥിയായി. VP ഹിഫ്സുർ റഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് സാബിത്ത് സ്വാഗതവും ജമാൽ പേരാമ്പ്ര നന്ദിയും പറഞ്ഞു. സൗദി ദമാമിലെ നടുവണ്ണൂർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പ് തുറയും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് നാസർ കാവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡോക്ടർ ഇസ്മായിൽ യയരോത്ത് ഉദ്ഘാടനം ചെയ്തു. ഹമീദ് വടകര റമദാൻ സന്ദേശം നൽകി. സെക്രട്ടറി അഷ്റഫ് സ്വാഗതവും ട്രഷറർ നിസാർ കൊല്ലോറത്ത് നന്ദിയും പറഞ്ഞു. സൗദി അറേബ്യയിലെ ഖമീസ് മുഷയത്തിൽ സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മജ്ലിസ് നൂർ 10ാം വാർഷികവും ഇഫ്താർ സംഗമവും നടത്തി. ബഷീർ മുന്നൂർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ മുഹമ്മദ് കുട്ടി മാതാപ്പുഴ അധ്യക്ഷനായി. സുന്നി യുവജന സംഘം സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജസീറ റിജാൽ അൽമ മന്തിയുടെ പുതിയ ബ്രാഞ്ച് സൗദിയിലെ ഖമീഷ് മുഷയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 30,000-ലേറെ ചതുരശ്രയടി വിസ്തൃതിയിൽ വിശാലമായ സൗകര്യത്തോടുകൂടിയ കെട്ടിടത്തിലാണ് പുതിയ ബ്രാഞ്ചിന്റെ പ്രവർത്തനം. ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖർ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. സൗദിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രുചിയേറിയ മന്തി തന്നെയാണ് മന്തി ജസീറ റിജാൽ അൽമയുടെ പ്രത്യേകത. 4 മാസത്തിൽ താഴെ പ്രായമുള്ള മഹാലിൽ നിന്നുള്ള ആടിന്റെ മന്തിയും ഹനീത്തുമാണ് ഇവരുടെ പ്രധാന വിഭവങ്ങൾ. അതുകൊണ്ട് തന്നെ സൗദിയുടെ തെക്കൻ മേഖലയിൽ ഏറെ പ്രശസ്തമായ മന്തി ജസീറ റിജാൽ അൽമയ്ക്ക് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സ്ഥാപനത്തിന്റെ 5ാമത്തെ ശാഖ കഴിഞ്ഞ ദിവസം അസീർ മേഖലയിലെ ഖമീഷ് മുഷയത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. സൗദിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രുചിയേറിയ മന്തി തന്നെയാണ് മന്തി ജസീറ റിജാൽ അൽമയുടെ പ്രത്യേകത. 4 മാസത്തിൽ താഴെ പ്രായമുള്ള മഹായിലിൽ നിന്നുള്ള ആടിന്റെ മന്തിയും ഹനീതുമാണ് ഇവരുടെ പ്രധാന വിഭവങ്ങൾ. അതുകൊണ്ട് തന്നെ സൗദിയുടെ തെക്കൻ മേഖലയിൽ ഏറെ പ്രശസ്തമായ മന്തി ജസീറ റിജാൽ അൽമയ്ക്ക് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സ്ഥാപനത്തിന്റെ 5ാമത്തെ ശാഖ കഴിഞ്ഞ ദിവസം അസീർ മേഖലയിലെ ഖമീഷ് മുഷയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അലി ഹസൻ അലി അസീരി പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അബഹ കമീഷ് റോഡിൽ ഗറാവി ട്രാഫിക് സിഗ്നലിന്റെ സമീപത്താണ് മന്തി ജസീറ റിജാൽ അൽമയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. 30,000-ലധികം ചതുരശ്രയടിയിൽ 2 നിലകളിലായി സ്ത്രീകൾക്കും കുടുംബത്തിനുമെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ സൗകര്യം ഇവിടെയുണ്ട്.
22 വർഷത്തെ പരിചയസമ്പത്ത് തന്നെയാണ് തങ്ങളുടെ വിജയരഹസ്യങ്ങളിൽ പ്രധാനമെന്നും റിയാദിലും ജിദ്ദയിലും പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ചെയർമാൻ കൂനിയിൽ മുഹമ്മദ് കുട്ടി പറഞ്ഞു. മന്തി ജസീറിന്റെ പേരിലല്ലാതെ തന്നെ ഞങ്ങൾ ഈ ഫീൽഡ് ഒരു ഏകദേശം 22 വർഷത്തോളം ഞങ്ങൾ ഈ മന്തി ഫീൽഡിൽ തന്നെയായിരുന്നു. അതിന്റെ ശേഷമാണ് ഒരു 6 വർഷം മുമ്പ് ശരിക്കത്തിൽ മന്തി ജസീറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഞ്ച് ഞങ്ങൾ ദർബ് കുബിരിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അബഹ മന്തക്കൽ ഇതിനു മുമ്പ് 2 ബ്രാഞ്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജിസാൻ മന്തക്കൽ ദർബിലും ദർബ് മുസലസിലും ഞങ്ങൾ 2 ഇത് ചെയ്തിട്ടുണ്ട്. ഇത് 5ാമതാണ്. അടുത്ത ബ്രാഞ്ച് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടുത്തായിട്ട് റിയാദിൽ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 2-3 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം. ഉപ്പല്ലാത്ത ഒരു ചേരുവയും ഇല്ലാതെയാണ് ആട് വേവിക്കുന്നത്. ഔഷധ ഗുണമുള്ള വേരുകൾ ഉപയോഗിച്ചാണ് ഹനീത് തയ്യാറാക്കുന്നത്. ഇതൊക്കെയാണ് മന്തി ജസീറ റിജാൽ അൽമയുടെ വിഭവങ്ങളുടെ പ്രത്യേകത. ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ മുനീർ കൊടുവള്ളി, ഡയറക്ടർമാരായ അനസ് കൊടുവള്ളി, മൊയ്തീൻ കൊടിഞ്ഞി, ഷമീം പരപ്പനങ്ങാടി, മാനേജർ സുൽഫിക്കർ അലി, കോർഡിനേറ്റർ ഷംസു പൂക്കോട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കമീഷ് മുഷയത്തിൽ നിന്നും ജലീൽ കണമംഗലം, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് BJP. 111 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വയനാട് മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും മത്സരിക്കും. ആലത്തൂരിൽ ഡോക്ടർ TN സരസുവും, എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണനും, കൊല്ലത്ത് G. കൃഷ്ണകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. 5ാം ഘട്ട പട്ടിക പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം BJP പൂർത്തിയാക്കി. BJPയിലേക്ക് തിരിച്ചെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ബലഗാവിയിലും നടി കങ്കണ റണൌത്ത് മണ്ഡിയിലും മത്സരിക്കും. പട്നയിൽ രവിശങ്കർ പ്രസാദും സുൽത്താൻപൂരിൽ മേനക ഗാന്ധിയും ജനവിധി തേടും. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ നവീൻ ജിണ്ടലിന് കുരുക്ഷേത്രയിൽ സീറ്റ് നൽകി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ സംബൽപൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. എറണാകുളം മണ്ഡലത്തിൽ തനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞു. അതിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാനാകുമെന്നും KS രാധാകൃഷ്ണൻ പറഞ്ഞു. കൊല്ലം മണ്ഡലത്തിൽ LDFും UDFും അവഗണിക്കുകയാണെന്ന് G. കൃഷ്ണകുമാർ വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വം പാർട്ടി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ പാർട്ടി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ അതിൻ്റെ സമ്പൂർണമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും. പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ ആരാ ജയിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ? അപ്പോൾ പരമ്പരാഗതമായിട്ട് അത് നമ്മൾ കേരളത്തിൽ വളരെ തെറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നരേറ്റീവാണ്. പരമ്പരാഗതമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു വലിയ ഉത്തരവാദിത്തം എന്നിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ച പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളോട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട്, ഒപ്പം എൻ്റെ എല്ലാ പ്രവർത്തകരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ മോഡിജിയുടെ വികസനത്തെപ്പറ്റി ഞാൻ പറയേണ്ട, കാരണം ഈ വാക്കാൽ പറയുന്ന വികസനമല്ല, കണ്ണിൽ കാണുന്ന വികസനങ്ങൾ നമ്മൾ കാണുകയാണ്. ഉദാഹരണത്തിനായിട്ട് ഒരു വന്ദേ ഭാരത് നിന്ന് ട്രെയിൻ വരികയാണ്. നമ്മൾ ആരും ഒരു ട്രെയിനിന്റെ അടുത്ത് പോയി ഒരിക്കലും ഒരു വീഡിയോ കോളോ സെൽഫി എടുക്കുന്ന ചരിത്രമില്ലായിരുന്നു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു, സൗകര്യപരമായ യാത്ര. അപ്പോൾ ഇത്തരം വികസനങ്ങൾ നമുക്ക് കൊല്ലത്തും കൊണ്ടുവരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. അമേഠിയും റായ്ബറേലിയും ഇത്തവണയും പട്ടികയിലില്ല. മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 5ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. കെജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ED. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. ED കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന ആവശ്യം BJP ശക്തമാക്കുന്നതിനിടയിലാണ് ഭരണനിർവഹണത്തിന്റെ ഭാഗമായുള്ള കെജ്രിവാളിന്റെ ഉത്തരവ് പുറത്തുവന്നത്. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകുന്ന ഉത്തരവ് വാർത്താസമ്മേളനത്തിൽ മന്ത്രി അതിഷി പുറത്തുവിട്ടു. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए.
പുറത്തുവന്ന ഉത്തരവിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇഡി. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാളിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിഷേധ പരിപാടികളും അറസ്റ്റിന് പിന്നാലെയുള്ള സാഹചര്യവും ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. യോഗത്തിനു ശേഷം വിളിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഈ മാസം 31-ന് ഡൽഹി രാംലീല മൈതാനത്ത് വൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനം. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है। दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं। അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. കെജ്രിവാളിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് ബി.ജെ.പി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയും BJP രഹസ്യ ചർച്ച നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIയും BJPയും ഒരുമിച്ച് നിന്നാലും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ പ്രതികരിച്ചു. ചിഹ്നം സംരക്ഷിക്കണമെന്ന AK ബാലന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമാക്കുകയാണ്. തോൽവി മുന്നിൽ കണ്ടാണ് AK ബാലന്റെ പ്രസ്താവനയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പരിഹസിച്ചു. BJP സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള EP ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് CPIM BJP ബന്ധമെന്ന ആരോപണം കോൺഗ്രസ് വീണ്ടും ആയുധമാക്കി തുടങ്ങിയത്. CPIM BJPയുമായി രഹസ്യ ചർച്ച നടത്തുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വിമർശനത്തിന്റെ മൂർച്ച ഒന്നുകൂടി കൂട്ടി. അപ്പോൾ ഇവർ മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനല്ല. CPM നേതാക്കൾ BJP നേതാക്കളുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നു, അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു. ഈ BJP CPM ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടമാകുമെന്ന AK ബാലന്റെ പ്രസ്താവനയും കോൺഗ്രസ് ആയുധമാക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് UDFന് ചിഹ്നം സംരക്ഷിക്കാനുള്ള മത്സരമല്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നായിരുന്നു MM ഹസന്റെ പരിഹാസം. മോഡിയെയും പിണറായിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല. AK ബാലൻ പറഞ്ഞതാണ് സത്യം. ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് പിടിക്കാതിരിക്കാനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ജയിച്ച് പാർലമെന്റിൽ പോകാനല്ല. കേരളത്തിലെ ജനങ്ങൾ കിറ്റിനടിമകളാണെന്ന തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പരാമർശവും ചർച്ചയായി. പൗരത്വ ഭേദഗതിക്കെതിരായ റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് BJPക്കെതിരെയാകണമെന്ന് ലീഗ് നേതാവ് MK മുനീറും പ്രതികരിച്ചു. അദ്ദേഹം റാലി നടത്തുമ്പോൾ അദ്ദേഹം ശരിക്കും BJPക്കെതിരെയാണല്ലോ സംസാരിക്കേണ്ടത്. അദ്ദേഹം ഇത് ഞങ്ങൾ റാലി നടത്തുന്നു, കോൺഗ്രസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ സമസ്തയുടെ ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സമസ്ത കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ലെന്നും MK മുനീർ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൗരത്വ നിയമത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ചാണ് പരാതി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന UDFന്റെ പരാതിയിൽ പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഈ മാസം 16-ന് കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് കാണിച്ച് വീണ്ടും സർക്കുലർ ഇറക്കിയത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് BJPയുടെ പരാതി. BJP നേതാവ് VV രാജേഷാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. നാമജപ ഘോഷയാത്രയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ സർക്കാർ പിൻവലിക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിമർശിച്ചു. CA കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് CA കേസുകൾ പിൻവലിക്കുന്നത്. അതൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. UDF ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാത്തത്? ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന് എന്താണ് VD സതീശൻ വാദിക്കാത്തത്? പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ യോഗത്തിൽ കയറി വോട്ട് ചോദിച്ചെന്ന് കാണിച്ചാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെ UDF പരാതി നൽകിയത്. ഈ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരിക്കുന്നത്. വിശദീകരണം തേടിയതോടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞതായി UDF വാദിക്കുന്നു. കുടുംബശ്രീക്കാരുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഇനിയും വോട്ട് ചോദിക്കുമെന്നും തോമസ് ഐസക്. ഇത്തരം ആക്ഷേപങ്ങൾ പരാജയ ഭീതി മൂലം
കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ്. അവരുടെ യോഗം നടക്കുന്നുണ്ടെങ്കിൽ പോയി സ്ഥാനാർത്ഥി എന്നതിൽ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അതിലെന്താ തെറ്റ്? UDFന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ വിശദീകരണം നൽകുമെന്നും ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ വിമർശനവുമായി പ്രതിപക്ഷം. സർക്കാർ നടപടി തെരഞ്ഞെടുപ്പ് പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയെ വിചാരണയ്ക്ക് വിധേയയാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരനും വിമർശിച്ചു. രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയെന്നാണ് പ്രതിപക്ഷ വിമർശനം. ആദിവാസി വനിത പരമോന്നത പദവിയിലെത്തിയപ്പോൾ CPIM എതിർക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ. ഇന്നുവരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല. ഇത്രയും നാൾ ബില്ലുകൾ വൈകിയിട്ടും ഇപ്പോഴുള്ള സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ കേസും വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടും ഗിമ്മിക്കും മാത്രമാണ്. അല്ലാതെ അതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യ ബോധം ഗവൺമെന്റിനില്ല. ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനാ ലംഘനവുമാണെന്നാണ് കേരളത്തിന്റെ വാദം. 24 തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തിയ ഇടത് സഖ്യം 4-ൽ 3 സീറ്റിലും ഇടത് സഖ്യം മുന്നേറ്റമുണ്ടാക്കി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് സഖ്യം പിന്തുണ നൽകിയ ബാബ്സ സ്ഥാനാർത്ഥി വിജയിച്ചു. JNU ക്യാമ്പസിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യം ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. വലിയ വിജയ ആഹ്ലാദത്തിലാണ് ഇടത് സഖ്യമുള്ളത്. JNU വീണ്ടും ചുവപ്പ് മായാതെ അത് കാത്തു സൂക്ഷിക്കാൻ ഇടത് സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആഹ്ലാദം വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് മാത്രമാണ് ABPക്ക് ഒന്ന് ലീഡ് ഉയർത്താൻ സാധിച്ചത്. അതിനുശേഷം ABP ആ സീറ്റിലും പിന്നോട്ടേക്ക് പോവുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ച ധനഞ്ജയ് 3100 വോട്ട് ലഭിച്ചു. എന്തായാലും ഫാസിസ്റ്റ് ശക്തികളെ ക്യാമ്പസിൽ നിന്ന് തുരത്താൻ സാധിക്കും ഈ വിജയം. क्योंकि हम इस कैंपस में जो लेफ्ट है वो लगातार इस बात को इंश्योर करवा रहा है और करवाते आया है कि इस कैंपस में तमाम बाहर से आने वाले छात्रों को हॉस्टल इंश्योर होगा. सबसे कम पैसे में सबसे बेहतर पढ़ाई होगी. इस बात को इंश्योर करवाने के लिए हम यहाँ पे हैं. ക്യാമ്പസിലെ പൊതു സാഹചര്യമാണ് ABP പ്രധാനമായും പ്രചരണ വിഷയമാക്കിയതെങ്കിൽ ഇത്തവണ JNUവിന് ഒരു മാറ്റം വേണമെന്നും ABP ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടി. പക്ഷേ അപ്പോഴും പൊതുരാഷ്ട്രീയ സാഹചര്യവും ക്യാമ്പസിലെ ABP ആക്രമണമായിരുന്നു ഇത്തവണ ഇടത് സഖ്യം പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടത്. ആ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയത്തിൽ ഇപ്പോഴത്തെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യവും JNUവിൽ അത് ചർച്ചയായി. നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ്, അവിടെ ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും അത് ചർച്ചയാകാറുണ്ട്. ആ ഒരു ചർച്ച ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യം വിജയം നിലനിർത്താൻ സാധിച്ചത് എന്തായാലും ഇടത് സഖ്യത്തെ സംബന്ധിച്ചാണ് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണ്. JNUവിൽ നിന്ന് ജോഗൻ സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. മനുഷ്യക്കടത്തിനിരയായ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയത്. മകനെ തിരികെ കൊണ്ടുവരാൻ സർക്കാർ ഇടപെടണമെന്ന് ഡേവിഡിന്റെ മാതാവ് അരുൾ മേരി ആവശ്യപ്പെട്ടു. റഷ്യയിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുന്നതായി വിദേശകാര്യമന്ത്രി V മുരളീധരൻ പറഞ്ഞു. സെക്യൂരിറ്റി ജോലിക്കായാണ് പൂവാർ സ്വദേശി ഡേവിഡ് റഷ്യയിൽ പോയത്. ഡൽഹിയിലെ ഒരു സ്വകാര്യ ഏജൻസി വഴിയായിരുന്നു അവസരം. റഷ്യയിലെത്തി 2 മാസത്തോളം സെക്യൂരിറ്റി ജോലി ചെയ്തു. പിന്നാലെ ഏജന്റ് വഴി റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ അകപ്പെടുകയായിരുന്നു. യുദ്ധത്തിനിടെ കാലിന് പരിക്കേറ്റ ഡേവിഡ് ഇപ്പോൾ പള്ളിയിലെ അഭയാർത്ഥി ക്യാമ്പിലാണുള്ളതെന്ന് മാതാവ് അരുൾ മേരി. ചതിക്കപ്പെട്ടത് അറിഞ്ഞ് ഞങ്ങളിപ്പോൾ എൻ്റെ കാലിൽ ബോംബ് ഉണ്ടില്ലേ, ആ സമയമാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യം പറയണത്. ബോംബാണ്. ഞാൻ പറഞ്ഞു ബോംബ് ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് പറയുന്നത് യുദ്ധത്തിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറയാതെയാണ് എന്നെ കൊണ്ട് ആക്കിയത്. ഇങ്ങനെ ഗേറ്റ് വാച്ചർ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഒരു അച്ഛൻ്റെ കീഴിൽ ഇപ്പോൾ ഇരിക്കണമെന്ന് പറയുന്നു. മകനെ തിരികെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഡേവിഡിന്റെ പിതാവ് മുത്തപ്പൻ. ഓരോ മനുഷ്യരെ ഈ നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാത്ത വേണ്ടതാണ് ഇതാണ് വച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈയെടുത്ത് ഞങ്ങൾ സ്വത്തപ്പണം ചോദിക്കുന്നില്ല. പിണറായി വിജയൻ ഇതിൽ ഒരു ഉദവി ചെയ്യണം. അവിടെ നിന്ന് ഇവിടെ MSCയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ അടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യയിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽ പെട്ടിട്ടുള്ള
മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ, ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഡേവിഡിന് പുറമെ നിരവധി ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യയിലെ യുദ്ധമുഖത്താണ്. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.